ട്രിബ്യൂണൽ ഉത്തരവ് മറികടന്ന് ഡോക്ടർ ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റിയ സർക്കാർ നടപടിക്ക് കനത്ത തിരിച്ചടി. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. നേരത്തെ KTDFC ചെയർമാനായി നിയമിച്ചതും ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എത്രത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ സർക്കാരിനുണ്ടായിരിക്കുന്നത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാം തവണയാണ് ബി അശോകുമായി ബന്ധപ്പെട്ട സ്ഥിരമായി പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ സ്ഥാനമാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതിനുള്ള തിരിച്ചടി ലഭിക്കുന്നത്. നേരത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോകൻ നടത്തിയ ചില റിപ്പോർട്ടുകളുടെ പേരിലാണ് സർക്കാർ അദ്ദേഹത്തിന് അനഭിനന്ദനാകുന്നത്. അതിനുശേഷം ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞ തവണ KTDFCയിലേക്ക് മാറ്റിയത് ചൂണ്ടിക്കാട്ടി ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. KTDFC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി മാറ്റിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഉത്തരവ് സ്റ്റേ ചെയ്ത് കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോൽപ്പന്ന കമ്മീഷണറുമായി ഇന്നുവരെ തുടരാനുള്ള ഒരു അനുമതിയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. ഇതിനിടെയാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇന്നലെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ ഈ സ്ഥാനമാറ്റം വരാനിരിക്കെയാണ് ഇപ്പോൾ ട്രൈബ്യൂണൽ വീണ്ടും ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ബി അശോകിനെ എപ്പോഴും പിന്തുടർന്ന് സർക്കാരിൻ്റെ ഒരു നീക്കമുണ്ടല്ലോ, എപ്പോഴും ബി അശോകന് പിറകെ തന്നെയാണ് സർക്കാർ എന്ന് തോന്നിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി. അത്തരത്തിലൊരു നിലപാടിന് കൂടിയുള്ളൊരു തിരിച്ചടി ഇതിനെ കണക്കാക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഇത് ഇക്കാര്യത്തിൽ സർക്കാരിന് എന്നും ഒരു കണ്ണിലെ കരടായിരുന്നു ബി അശോക്. പലപ്പോഴും സർക്കാരിന്റെ ചെയ്തികളെ പലതും ചോദ്യം ചെയ്തു തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. അതിന്റെ ഒരു പ്രതികാര നടപടി അദ്ദേഹത്തിനെതിരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേർക്ക് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചിരുന്നു. ഇതോടുകൂടിയാണ് കടുത്ത നടപടികളിലേക്ക് വീണ്ടും സർക്കാർ തിരിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിലേക്ക് തന്നെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ പ്രതികാര നീക്കങ്ങൾ തുടരുക എന്നത് തന്നെയായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു നീക്കത്തിനാണ് ബി അശോക് നൽകിയ ഹർജിയിൽ ഇപ്പോൾ ട്രിബ്യൂണലിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. നേരത്തെയും സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ സ്ഥാനമാറ്റങ്ങൾ കൃത്യമായി തന്നെ ട്രിബ്യൂണലുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ നിലവിൽ കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോൽപ്പന്ന കമ്മീഷണറുമായി തുടരാൻ അനുവദിച്ച അതേ ഘട്ടത്തിൽ തന്നെയായിരുന്നു ഈ ഒരു സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് നാളെയാണ് ഇക്കാര്യത്തിൽ പുതിയ ചുമതല ഏൽക്കേണ്ടത്. കഴിഞ്ഞ ജനുവരിയിൽ തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷണറായി അശോകനെ നിയമിച്ചെങ്കിലും അത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ട്രൈബ്യൂണൽ റദ്ദാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തുടർച്ചയായി സർക്കാരിന് തിരിച്ചടികൾ ഉണ്ടാകുന്നു. അതിലേറ്റവും ഒടുവിലത്തേതായി മാറുക തന്നെയാണ് ഇന്നുണ്ടായിരിക്കുന്ന ഉത്തരവ്. ജിജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.